ദൈവമക്കളെ മനസ്സിലാക്കണം, യെരിഹോയുടെ മുമ്പിൽ നിന്ന വ്യക്തിയാണ്. സ്തോത്രം. വിശ്വാസത്താൽ ആ മനുഷ്യൻ നിന്നതുകൊണ്ട് അത് വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് ആ സംഭവം കയറി നിന്നു. ദൈവമക്കളെ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം നിൽക്കേണ്ടതുപോലെ നിന്നാൽ നമ്മുടെ ജീവിതത്തിലും ചില ചരിത്രങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തലമുറകൾ ഓർക്കത്തക്കവണ്ണം ദൈവം എഴുതും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി എന്ന് സ്തോത്രം ചെയ്താട്ടെ. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പൂർണ്ണമായിട്ട് പറ്റി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു. കാരണം യോശുവയെക്കുറിച്ചും കാലേബിനെക്കുറിച്ചും ദൈവത്തിനൊരു ഹിതം, ദൈവത്തിനൊരു ഇഷ്ടം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരിഷ്ടം ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കുറിച്ചും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവത്തോട് പറ്റിയിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഹൃദയം തുറക്കുന്ന ദൈവമാണ്, അവൻ്റെ ഹിതം വെളിപ്പെടുത്തുന്ന ദൈവം. ആ ഹിതത്തോട് പൂർണ്ണമായി പറ്റി നിന്നു, ദൈവത്തോട് പറ്റി നിന്നു, ദൈവഹിതത്തോട് പറ്റി നിന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറ്റി നിൽക്കും, പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്തത് കേൾക്കേണ്ടത് ദൈവഹിതം എന്തെന്നുള്ളതാണ്. പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഹിതം സ്വർഗത്തിലുള്ളത് എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് ഭൂമിയിലാക്കണം. ആക്കാൻ ആര് വേണം? നീ വേണം. പ്രാർത്ഥിക്കുന്ന ഞാൻ വേണം, പ്രാർത്ഥിക്കുന്ന ഞാൻ വേണം. സ്തോത്രം. നമുക്ക് ദൈവം മാത്രം മതി. ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാര്യത്തോടും പറ്റി നിൽക്കണം. ബൈബിൾ ഈസ് ദ മൈൻഡ് ഓഫ് ഗോഡ്. ബൈബിൾ റിവീൽസ് ദ മൈൻഡ് ഓഫ് ഗോഡ്. മനസ്സിലായോ? ബൈബിൾ റിവീൽസ് ദ പർപ്പസ് ഓഫ് ഗോഡ്. ബൈബിൾ റിവീൽസ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ബൈബിൾ റിവീൽസ് ദ പ്രൊവിഷൻസ് ഓഫ് ഗോഡ്. ഇതെല്ലാം നോക്കി എൻ്റെ പൊന്നെ, ഈ പുസ്തകം പ്രഷ്യസാണ്. ഇതിൻ്റെ മൂല്യം വലുതാ, അളക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ എന്താവശ്യമായിരിക്കുന്നോ അതെല്ലാം നൽകി തന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കരത്തിൽ തന്നിരിക്കുക. എനിക്കാവശ്യമുള്ളതെല്ലാം, അന്നന്ന് വേണ്ട ആഹാരം, ഏതൊക്കെ നിലകളിൽ നിനക്ക് ആവശ്യമായിരിക്കുന്നോ അതെല്ലാം നിനക്ക് തന്നിരിക്കുന്ന ദൈവമാണ്. കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.